വിശാൽ ബ്രോ, എന്തൊരു ടെൻഷൻ. ഞാൻ കുറച്ചേരം ശ്രദ്ധിക്കണേ. ആശിക് ബ്രോ, ഇന്നാളിന്റെ വണ്ടി മതിലുമ്പ തട്ടിയിട്ട് ഞാൻ ഷോറൂമിൽ കാണിച്ച കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. അതെ. അപ്പൊ ഞാൻ അന്ന് ഷോറൂമിൽ കാണിച്ചിരുന്നു. പക്ഷെ ആ ഒരു ഡോറ് റീപ്ലേസ്മെന്റാ ചെയ്തിട്ടുള്ളത്. അന്ന് ക്ലെയിമിന് കൊടുക്കണ പറഞ്ഞിരുന്നു. അത് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ചെറിയ തട്ടല്ലേ. ചെറിയ തട്ടുള്ളൂ. പക്ഷെ ഓല് ഈ ഡോറ് മൊത്തം റീപ്ലേസ്മെന്റ് ചെയ്ത് മാറ്റി തന്നു. ബമ്പർ ഇൻഷൂർ ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ലേ. പൈസ ചെലവില്ലാത്തോണ്ട് ഇജാസ് സമ്മതിച്ചില്ലേ. അപ്പൊ ഓക്കെ. ഇപ്പൊ എന്താണ് ടെൻഷൻ എന്താ? ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഇപ്പൊ വിൽക്കാൻ വേണ്ടി നോക്കുമ്പോ കുറെ ആൾക്കാർ വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷെ ആരും വില കാണില്ല വണ്ടിക്ക്. എല്ലാവരും ഭയങ്കര ചവിട്ടാണ്. ഇപ്പൊ നമ്മളെ വാഹനത്തിന് ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെറിയ തട്ടലോ മുട്ടലോ വന്നാലും നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി ക്ലെയിം ചെയ്യും. ഈ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവം പറഞ്ഞാൽ ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രൂപ ചെലവില്ല. അപ്പൊ ഈ ഷോറൂമാർ എന്ത് റീപ്ലേസ്മെന്റ് എന്തുണ്ട് പറഞ്ഞാലും നമ്മൾ അതൊക്കെ ചെയ്തോന്ന് പറയും. ഇവിടെ നമ്മുടെ ഫ്രണ്ടിന് സംഭവിച്ചത് അതാണ്. കാരണം ഡോറിന് ചെറിയൊരു തട്ടൽ വന്ന ഒരു സമയത്ത് അത് ശരിക്കും ഒരു ഡെന്റ് നേരത്തെ പെയിന്റ് അടിക്കേണ്ട കേസിന് ആ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡോർ റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ വാഹനത്തിന്റെ പ്രീ ഓൺഡ് മാർക്കറ്റിൽ എത്തുമ്പോൾ അതിന്റെ റീസെയിലിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് റീപ്ലേസ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനം ആ ഒരു കസ്റ്റമറിന് അതിനെക്കുറിച്ച് അറിവില്ലാത്തതിന്റെ പേരിൽ സംഭവിച്ച ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വാഹനം ക്ലെയിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വാഹനത്തിന് എത്ര രൂപയുടെ ക്ലെയിമാണ് അവർ ചെയ്യുന്നത്, ഈ ഒരു ക്ലെയിമിന്റെ ആവശ്യമുണ്ടോ. ഇപ്പൊ ബമ്പർ തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ ഇന്നാൾ വണ്ടി കൊടുക്കാൻ പറ്റും. കസ്റ്റമർ വെറൊരു ബമ്പർ ചെറിയ രീതിയിൽ തട്ടുള്ളൂ, 30,000 രൂപയുടെ ക്ലെയിമാണ് കമ്പനിയിൽ കയറ്റിയിട്ടുള്ളത്. കാരണം അവർക്ക് ആ ഒരു ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനേ അവർ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആസ് എ കസ്റ്റമർ വാഹനം ക്ലെയിമിന് കൊടുക്കുന്ന സമയത്ത് A to Z നമ്മൾ ചെക്ക് ചെയ്തിട്ട് എത്ര രൂപയുടെ ക്ലെയിമാണ്, എന്തിനാണ് ഈ ക്ലെയിം ചെയ്യണം, ഈ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് റീപ്ലേസ്മെന്റ് അല്ലാതെ ചെയ്യാനുള്ള വകുപ്പുണ്ടോ എന്നുള്ളത് കറക്റ്റ് അത് നോക്കി ചെയ്യേണ്ടത് കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ റിഷാദിന് സംഭവിച്ച പോലെ വാഹനം കൊടുക്കുന്ന സമയത്ത് റീസെയിലിൽ വലിയ ഡിപ്രിസിയേഷൻ വരാൻ സാധ്യമാകും. അപ്പോൾ ഈ ഒരു വിവരം അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വാഹനം ഉപയോഗിക്കുന്നവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ആസ് എ കസ്റ്റമർ നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കേണ്ട കാര്യം, വാഹനം തട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുത്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഒരു കോമൺ വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് നിങ്ങളെ പരിചയത്തിലുള്ള ആളോട് ഇതിന്റെ A to Z കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഒരു കമ്പനിയിൽ കയറ്റുക. ആ കയറ്റുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ എന്തെല്ലാം റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് അവരുടെ അടുത്ത് ചോദിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒന്ന് അതിന് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇനി അടുത്ത് ക്ലെയിം ചെയ്യുമ്പോൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വാഹനം കൊടുക്കുന്ന സമയത്ത് റീസെയിലിലുള്ള വലിയ വലിയ വില ചവിട്ടലുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.